ഞാൻ നേരത്തെ വരേണ്ടതായിരുന്നു എന്ന് എനിക്കറിയാം സച്ചി. മനഃപൂർവ്വം ഞാൻ മാറി നിന്നൊന്നല്ല. പല കാരണങ്ങൾ കൊണ്ട് വരാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും ഇപ്പോഴെങ്കിലും മാഷ് വന്നല്ലോ, ഞങ്ങൾക്ക് അത് മതി. മാഷ് മാഷെ. ഇരിക്കും മാഷെ. സച്ചിരിക്കും. ഇന്ദുമോള് അവളിപ്പോ കമ്പനി പോകുന്നുണ്ട് മാഷെ. എത്രയെന്ന് വെച്ചാ വീട്ടിലിങ്ങനെ ഇരിക്കുന്നേ. നമ്മുടെ സത്തിനെ അവളെ നിർബന്ധിച്ച് കമ്പനിയിലേക്ക് കൊണ്ടുപോയി. ശരി, അതെന്തായാലും നന്നായി. സ്വന്തം സ്ഥാപനമല്ലേ. നേരത്തെ മോളെ സച്ചി തന്നെ ഇല്ലാത്ത ഇൻവോൾവ് ചെയ്യിക്കേണ്ടതായിരുന്നു. അതിന് അവൾ എപ്പോഴും പുതിയ പുതിയ കോഴ്സുകൾ കണ്ടെത്തി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ മാഷെ. അപ്പോഴേക്കും ഡോക്ടറുമായിട്ടുള്ള കല്യാണം ഉറപ്പിക്കുകയും ചെയ്തു. പിന്നീടുണ്ടായതൊക്കെ മാഷിനും അറിയാവുന്ന കാര്യങ്ങളല്ലേ. സച്ചിയുടെ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിച്ചല്ല. ഇനിയിപ്പോ അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിച്ച് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കണം. ഇനിയൊന്നും പഴയതുപോലെ ആവുമെന്ന് തോന്നുന്നില്ല മാഷെ. എന്നാലും തലകുനിക്കാതെ ജീവിച്ചു പോകണമെന്നുണ്ട്. പക്ഷേ ഗോകുൽ ഇപ്പോഴും ജാമ്യം എടുക്കുന്നതിൽ പോലും സഹകരിക്കാതെ ജയിലിൽ തന്നെ കഴിയുക. അവന്റെ മനസ്സിൽ എന്താണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു പിടിയും കിട്ടുന്നില്ല. ഒരിക്കൽ ഞങ്ങൾ പോയി അവനെ കണ്ടപ്പോൾ അവന് മാഷിനെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അവന് മാഷിനോട് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. അതിനുശേഷം ഞാൻ സച്ചേട്ടനോട് ദിവസവും പറയും മാഷിനെ ഒന്ന് വിളിക്കാൻ. എവിടെ, നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് പറയും. ദാ ഇന്നും അത് തന്നെയാ പറഞ്ഞത്.